إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ചു തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്നത്. ദുനിയാവിൻ്റെ ഭംഗി എന്നാണ് അല്ലാഹു തന്നെ മക്കളെ പരിശുദ്ധ ഖുർആനിൽ മക്കളെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്ത് ബഖറയിലെ സൂറത്ത് കഹ്ഫിലെ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സ്വത്തും സന്താനങ്ങളും ഇത് രണ്ടും ഐഹിക ജീവിതത്തിൻ്റെ
അലങ്കാരങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ എന്നത് കേവലം ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമായി, ദുനിയാവിൽ നമ്മുടെ വിഭവമായി മാറുന്നതിന് പകരം നാളെ മരണാനന്തര ജീവിതത്തിന് ശേഷവും നമുക്ക് ഉപകാരം ലഭിക്കുന്ന വിഭവങ്ങളായി മാറ്റാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ 3 കാര്യങ്ങൾ ഒഴികെ അവന്റെ മറ്റെല്ലാ കർമ്മങ്ങളും അവനിൽ നിന്നും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്ക, ദാനധർമ്മം. സ്വതക്ക നൽകുമ്പോൾ, ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എന്നും നിലനിൽക്കുന്ന, ഖബറിലേക്ക് എന്നും കൂലി കിട്ടുന്ന, പുണ്യം ലഭിക്കുന്ന സ്വതക്കയായി, ദാനങ്ങളായി നൽകാൻ സാധിക്കണം. അത് മരണപ്പെട്ടാലും മുറിഞ്ഞു പോകാത്ത ഒന്നാണ്. രണ്ടാമതായി ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അറിവാണ്, ഉപകാരപ്രദമായ അറിവ്. അറിവ് പല രീതിയിലുള്ള അറിവുകളുണ്ട്. എന്നാൽ ഖബറിലേക്ക് മരണപ്പെട്ടാലും ഖബറിലേക്ക് ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളിൽപ്പെട്ടതാണ് ഉപകാരപ്രദമായ അറിവ് എന്നത്. അറിവ് നേടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരലോകത്തേക്ക്, ഖബറിലേക്ക് അത് ലഭിക്കുന്ന അറിവാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത് ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനങ്ങൾ. മക്കൾ എന്നല്ല പറഞ്ഞത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, സന്താനങ്ങൾ, സാലിഹായ മക്കൾ. അത് അവരുടെ ഖബറിലേക്ക് മരണപ്പെട്ടാലും അവർക്ക് ഉപകാരപ്രദമായി മാറും എന്നതാണ്. എന്നാൽ മക്കൾ മൂല്യമേറിയ അനുഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞത്, അതുപോലെ ദുനിയാവിന്റെ ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം മരണത്തിന് ശേഷവും മക്കൾ ഉപകാരപ്രദമായ മക്കളായി മാറാനും നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞു. ഇതേ മക്കൾ തന്നെ രക്ഷിതാക്കൾക്ക് ശത്രുക്കളായും ആകാമെന്നതാണ്. അതും പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തആബുനിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറുഹു. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും, വഔലാദികും, നിങ്ങളുടെ മക്കളിലും, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഭാര്യമാരിലും ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറുഹും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എങ്ങനെയാണ് മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറുക? മക്കൾ ശത്രുക്കളായി മാറുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരവുമില്ല എന്നതാണ്. ദുനിയാവിലും ഒരു ഉപകാരം കിട്ടുകയില്ല, പരലോകത്തും അവരെ കൊണ്ട് ഒരു ഉപകാരം കിട്ടുകയില്ല. അതാണ് ശത്രുതയായി വരുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ എന്ന നിലക്ക് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കൾ അനുകൂലമാകുന്നതിലും പ്രതികൂലമായി വരുന്നതിലും മാതാപിതാക്കളുടെ പങ്ക് എന്നത് അത് വലുതാണ്. അവരെ ഏത് രൂപത്തിലേക്കും ആക്കി തീർക്കുന്നത് രക്ഷിതാക്കളാണ്. ശത്രുക്കളായി മാറ്റുന്നതും രക്ഷിതാക്കളാണ്. അവരെ അനുകൂലമാക്കി
അവരെ ദുനിയാവിലെയും പാരത്രിക ലോകത്തും നമുക്ക് ഉപകാരപ്രദമാകുന്ന സ്വാലിഹായ മക്കളാക്കി മാറ്റുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് ഒരു കുട്ടി ജനിക്കുന്നത് അവൻ നല്ല ശുദ്ധമായ പ്രകൃതിയിലാണ്, ഏറ്റവും നല്ല കുട്ടിയായിട്ടാണ്, ഹൃദയത്തിന്റെ ശുദ്ധിയുള്ളവനായിട്ടാണ് അവൻ പിറന്നു വീഴുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم كل مولود يولد على الفطرة എല്ലാ ശിശുക്കളും എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ് അവർ പിറന്നു വീഴുന്നത്. പിന്നെങ്ങനെയാണ് ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മക്കൾ തോന്നിവാസങ്ങളിലേക്കും ചീത്തയായ പ്രവർത്തനങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും അനുസരണക്കേടിലേക്കും ഒരു ഉപകാരവുമില്ലാത്ത മക്കളായി അവരെങ്ങനെയാണ് വളരുന്നത്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. പിന്നെ അവനെ ജൂതനാക്കുന്നതും അവനെ ക്രിസ്ത്യാനിയാക്കുന്നതും അവനെ ആരാധകനാക്കുന്നതുമെല്ലാം അവന്റെ മാതാപിതാക്കളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് വിട്ട് ഇസ്ലാമല്ലാത്ത മറ്റു മതം സ്വീകരിക്കുന്നത്, ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും പിറന്നു വീഴുന്നത്, അത് ഹൈന്ദവന്റെ ആണെങ്കിലും ക്രിസ്ത്യാനിന്റെ ആണെങ്കിലും ജൂതന്റെ ആണെങ്കിലും മജൂസിയുടേതാണെങ്കിലും ഏത് മാതാപിതാക്കൾക്കും ഒരു കുഞ്ഞ് പിറക്കുന്നത് ഇസ്ലാമായിട്ടാണ്, മുസ്ലിമായിട്ടാണ്. പിന്നെ അവൻ വളർന്നു വരുന്ന അവന്റെ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളാണ് ആ സാഹചര്യങ്ങൾ ഒരുക്കുന്ന മാതാപിതാക്കളാണ് അവന് വഴിതെറ്റിപ്പിക്കുന്നത് എന്നതാണ്. ശുദ്ധപ്രകൃതിയിൽ ജനിക്കുന്ന കുട്ടികൾ ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്രദമായ മക്കളായി മാറാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മക്കൾക്ക് വേണ്ടി നിരന്തരം ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുണ്ടായിട്ടല്ല, മക്കളുണ്ടാകുന്നതിന് മുമ്പേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പൂർവികരായ നമ്മുടെ പ്രവാചകന്മാരുടെ മാതൃക. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. കുട്ടി ഉണ്ടായിട്ടല്ല, മക്കൾ ജനിച്ചിട്ടല്ല, മക്കൾ ജനിക്കുന്നതിന് മുമ്പേ റബ്ബേ എനിക്ക് സ്വാലിഹായ ഉപകാരപ്രദമായ ഇഹത്തിലും പരത്തിലും ഉപകാരമുണ്ടാക്കുന്ന മക്കളെ എനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മക്കൾ ജനിക്കുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മക്കൾ ജനിച്ചതിന് ശേഷം നമ്മുടെ മക്കൾ നന്നായി തീരാൻ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഇരു കൈകളും ഉയർത്തി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വലിയ മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ധാരാളം പ്രാർത്ഥനകളുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. പരിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നതായി കാണാം. സൂറത്ത് ഇബ്രാഹിം 35-ാമത്തെ വചനം, وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. എന്താണ് പ്രാർത്ഥന? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഇബ്രാഹിം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്നാണ് അല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, എന്താണ് ആ ശ്രദ്ധേയമായ കാര്യം? എന്റെ രക്ഷിതാവേ അല്ലാഹുവേ, നീ ഈ നാടിനെ, മക്ക എന്ന ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണേ, ഭയമില്ലാത്ത പേടിയില്ലാത്ത നാടാക്കണം. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നും മക്ക എന്ന രാജ്യത്ത് ഒരു പേടിയും കൂടാതെ ആർക്കും ജീവിക്കാൻ പറ്റും. നിർഭയത്വമുള്ള നാടാണ് മക്ക. ബാക്കിയുടെ ആ പ്രാർത്ഥന എന്താണ്? وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ وَاجْنُبْنِي
വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണേ. വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, ബഹുദൈവ ആരാധന നടത്തുന്നതിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ അകറ്റി നിർത്തണമേ എന്നാണ്. തൗഹീദിന് വേണ്ടി, ശിർക്കിനെതിരെയാണ് പ്രാർത്ഥന. സഹോദരങ്ങളെ, നമ്മളൊക്കെ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ. പക്ഷേ നമ്മുടെ മക്കളും ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് രക്ഷ തേടി ഞാനും നിങ്ങളും നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും എപ്പോഴെങ്കിലും നമ്മുടെ കരങ്ങൾ ഉയർന്നിട്ടുണ്ടോ എന്നത് ഏറെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. കഴിഞ്ഞില്ല ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. വീണ്ടും ഇബ്രാഹിം തന്നെ 40ാമത്തെ വചനത്തിൽ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണേ. എന്നെ നിസ്കാരം നിലനിൽക്കുന്നവരെ കൂട്ടത്തിൽ, അത് മുറപ്രകാരം നിലനിൽക്കുന്നവരെ കൂട്ടത്തിൽ നീ ആക്കണേ. ഇബ്രാഹിം നബിക്ക് സ്വന്തം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ടില്ല. വമിൻ ദുർരിയതി, എന്റെ സന്തതികളിൽപ്പെട്ടവരെയും അപ്രകാരം നീ ആക്കണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാം. നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ എന്ന് എപ്പോഴെങ്കിലും ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടത്തിൽ എന്നെയും എന്റെ സന്തതി പരമ്പരകളെയും നീ ആക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ സഹോദരങ്ങളെ, മക്കൾ വഴിതെറ്റുന്നതിനെ കുറിച്ച് നമുക്ക് ആവലാതിയുണ്ട്, പേടിയുണ്ട്, ബേജാറുണ്ട്, പരാതികളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ മക്കൾ കേടുവന്നു പോകുന്നു, മക്കൾ നന്നാകുന്നില്ല എന്ന പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. അത് ചെയ്യാതെ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. നമസ്കാര സമയങ്ങളിൽ മുസല്ലയിൽ ഇരുന്നുകൊണ്ട് പ്രിയപ്പെട്ട മാതാക്കളെ, നമ്മുടെ പ്രാർത്ഥന എന്നത്, മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന എന്നത് റബ്ബ് തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ്, റബ്ബ് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിരന്തരം നമ്മളിൽ നിന്നുണ്ടാകണം. മാത്രമല്ല, പരമകാരുണ്യന്റെ അടിമകളായ ഇബാദുർ റഹ്മാന്റെ പ്രത്യേകതകൾ എണ്ണിപ്പറയുന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അവർ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ് എന്നാണ്. സൂറത്ത് 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 74-ാമത്തെ വചനം, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരാകുന്നു അവർ എന്ന ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും. നമ്മളൊക്കെ കുടുംബത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം നമ്മൾ പങ്കുവെക്കാറുണ്ട്. കുടുംബത്തിൽ ഭാര്യമാർക്കിടയിലും ഭർത്താക്കന്മാർക്കിടയിലൊക്കെ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ദീനനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ട്, ദീൻ പറഞ്ഞ അതിന്റെ അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാത്തതുകൊണ്ടാണ്. അത് നിർവഹിക്കുന്നിടത്തൊന്നും കുഴപ്പങ്ങളില്ല. ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാരും പ്രാർത്ഥിക്കണം. സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. എങ്കിലേ കൺകുളിർമയുണ്ടാവുകയുള്ളൂ. ഭാര്യയെ കാണുമ്പോൾ ഒരു കൺകുളിർമ, ആനന്ദം. മക്കളെ കാണുമ്പോൾ ആനന്ദം കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥന നിർവഹിക്കണം. എന്നിട്ടെന്താ പറഞ്ഞത്? ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്, മുത്തഖികളായ ആളുകൾക്ക് ഇമാമാക്കണമേ എന്നാണ്.
മുത്തഖികൾക്ക് ഇമാം ആക്കണമേ. ഈ പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഉത്തരം ലഭിക്കുന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ലാത്ത പ്രാർത്ഥനകളിൽ ഒന്നാണ് രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. രക്ഷിതാക്കളുടെ പ്രാർത്ഥന അത് മക്കൾക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും അല്ലാഹു സ്വീകരിക്കും. നമ്മൾ പലപ്പോഴും അനുകൂലമായി പ്രാർത്ഥിക്കൂല, പ്രതികൂലമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നീ ഒരിക്കലും നന്നാവൂല അല്ലേ? ആ നിലക്കുള്ള സംസാരങ്ങൾ അതൊന്നും നമ്മൾ പറയാം. മക്കളോട് കുരുത്തക്കേട് കാണിക്കുമ്പോൾ, പറഞ്ഞത് കേൾക്കാതാകുമ്പോൾ ഈ രീതിയിലുള്ള സംസാരങ്ങൾ സഹോദരങ്ങളെ അതൊരിക്കലും മക്കളോട് അത്തരം വാക്കുകൾ നാം പ്രയോഗിക്കാൻ പാടില്ല. അല്ലാഹു എങ്ങാനും സ്വീകരിക്കുന്ന സമയങ്ങളിലാണ് അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് മതി മക്കൾ കാലാകാലവും ഇയത്തിലും പരത്തിലും നഷ്ടപ്പെട്ടു പോകാൻ. പിന്നെ മക്കൾ എങ്ങനെ നന്നാവാനാണ്? അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്കെതിരെ പ്രാർത്ഥിക്കാതിരിക്കാനും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിശാചിന്റെ പൈശാചികമായ ഉപദ്രവം മക്കളിൽ ഉണ്ടാകാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ അല്ലാഹു റസൂൽ ആ സമയത്ത് പോലും പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ഈ വിഷയത്തിൽ എത്ര ഗൗരവം നമ്മൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഗൗരവം നമ്മൾ കാണണം. അവിടെ മുതൽ തുടങ്ങണം. മക്കൾക്ക് പൈശാചികമായ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ, അവർ വഴിതെറ്റിപ്പോകാതിരിക്കാൻ തുടക്കം മുതൽ നമ്മളിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. രണ്ടാമതായി മക്കളോട് കരുണയും ആർദ്രതയും കാണിക്കണം. ഏത് സമയത്തും മക്കളെ ചീത്ത പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. പല രക്ഷിതാക്കളും അങ്ങനെയാണ്. മക്കള് ഉപ്പാനെ കാണുന്നതിന് മക്കൾക്ക് പലപ്പോഴും പേടിയാണ്. കണ്ടാൽ ചീത്ത പറയുക, കണ്ടാൽ അനാവശ്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ, അങ്ങനെയുള്ള മക്കൾ അവരെ കാണുന്നതിന് ഭീതിയോടുകൂടി കാണുന്ന പൽക്കൽ സ്വഭാവങ്ങൾ കാണിക്കുന്ന, പെരുമാറ്റങ്ങൾ കാണിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അത് മാറാൻ കഴിയണം. മക്കളോട് കാരുണ്യം കാണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഒരു സ്വഹാബി അഖ്റഅ ബിനു ഹാബിസ് അത്തമീമി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി അശറത മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, മൻ ലാ യർഹമു ലാ യർഹമു, ആര് കാരുണ്യം കാണിക്കുന്നില്ലയോ അവനോട് അല്ലാഹു കാരുണ്യം കാണിക്കുകയില്ല. നമ്മളെ മക്കളോടും നമ്മുടെ സഹജീവികളോടും നമ്മൾ കരുണ കാണിച്ചാലേ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് മക്കൾ ചുംബിക്കണം, മക്കളോട് നല്ല വർത്തമാനങ്ങൾ പറയണം, തമാശ പറയണം, അവരുടെ കൂടെ കളിക്കണം. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പള്ളിയിലേക്ക് ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും കയറി വരികയാണ്. അവർ കയറി വരുന്ന മുട്ടുകുത്തി ഇങ്ങനെ കയറി വരുന്ന കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ അവസാനിപ്പിച്ച് ഖുത്ബ നിർത്തി മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ 2 പേരക്കുട്ടികളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത് മിമ്പറിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നീട് ഖുത്ബ തുടരുന്നു. പ്രവാചകന്റെ കാരുണ്യമാണ്.
മാത്രമല്ല നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയപ്പോൾ പേരക്കുട്ടികൾ പ്രവാചകന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. ഇമാമായി നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅമൂമങ്ങളായി സ്വഹാബികളുണ്ട്. അവർ പുറത്തുനിന്ന് ഇറങ്ങുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ദീർഘിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. നമ്മളാണെങ്കിലോ നമ്മുടെ ഇമാമങ്ങൾ നിസ്കരിക്കുമ്പോൾ കുട്ടികൾ വന്ന് ഇമാമിന്റെ മുതുകിൽ കയറി നിന്ന് കുറേ സമയത്ത് ഇമാമ് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും മഅമൂമികളായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമിന് 2 വർത്താനം പറയുന്നല്ലാതെ അല്ലേ, അതായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളും അങ്ങനെ ആയിരുന്നില്ല. അവർക്കറിയാം കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികൾ കരഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ചുരുക്കിയതായി കാണാൻ സാധിക്കും. കുട്ടികളോട് കാണിക്കുന്ന ആ കുട്ടികളുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന അല്ലെ, കുട്ടിയോടും കുട്ടിയുടെ മാതാവിനോടും കാണിക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ ഇതൊക്കെ കരുണയുടെ ഭാഗമാണ്. മാത്രമല്ല ഹദീസിൽ കാണാം, ഇന്നി ലഅഖൂമു ഫി സ്വലാത്തി ഉരീദു അൻ ഉതവ്വില ഫീഹാ ഫഅസ്മഉ ബുഖാഅ സബീ ഫഅതജവ്വസു ഫീ സ്വലാത്തി. കാലം ദീർഘിപ്പിക്കണം, കുറേ സമയം നിസ്കരിക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നു ഞാൻ നിസ്കരിച്ചിരുന്നത്. അപ്പോഴാണ് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയും അതിന്റെ ഉമ്മാക്ക് പ്രയാസമാകുന്നത് ഇഷ്ടപ്പെടാതിരുന്നതിനാൽ, ഉമ്മാക്ക് പ്രയാസമാകുമെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രവാചകൻ പറയാം, അതുകൊണ്ട് ഞാൻ നമസ്കാരം എന്താക്കി ചുരുക്കിയെന്നാണ്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യമാണ്. അതുപോലെ മക്കളോട് ദേഷ്യപ്പെടാതെ ആവശ്യത്തിന് അവരടിക്കണ്ട എന്നൊന്നല്ല, മക്കളെ ഉപദേശിക്കണം, പരിധി കിട്ടാൻ അടിക്കണം. പക്ഷെ എന്തും ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യുന്ന രീതിയല്ല. നമ്മൾ ഇസ്ലാം പറഞ്ഞെടുത്ത് നമ്മളില്ല. ഇസ്ലാം പറഞ്ഞ 7 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ഉപദേശിക്കണം, 7 വയസ്സ് വരെ. അത് കഴിഞ്ഞ് 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. നമ്മൾ അതൊന്നും നമ്മൾ ചെയ്യൂല. ആവശ്യമില്ലാത്തതിനൊക്കെ ചീത്ത പറയും, ദുനിയാവിന്റെ കാര്യങ്ങൾ. നമ്മൾ ആദ്യം അടിക്കുക ചെയ്യുക, എന്നിട്ടാ ഉപദേശം. പ്രവാചകന്റെ രീതി അതല്ല, ആദ്യ ഉപദേശമാണ് എന്നിട്ടാണ് അടിക്കുക. ആ രീതിയായിരിക്കാം മക്കളോട് നമ്മൾ സ്വീകരിക്കേണ്ടത്. മൂന്നാമതായി മക്കൾക്കിടയിൽ തുല്യത കാണിക്കാൻ കഴിയണം. ഒന്നിലധികം മക്കൾ ഉണ്ടാകുമ്പോൾ ആ മക്കൾ ഉണ്ടാകുന്നത് നമുക്ക് അനുഗ്രഹമാണ്. എന്നാൽ അവർക്കിടയിൽ നീതിയും തുല്യതയും പുലർത്താൻ കഴിയില്ല എങ്കിൽ, ഒന്നിലധികം മക്കൾ ഉണ്ടാക്കുന്നത് അവർക്കിടയിൽ തുല്യതയും നീതിയും പുലർത്താൻ കഴിയില്ല എങ്കിൽ ആ പണിക്ക് നിൽക്കരുത് എന്നാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി നഹൽതു മിനി ഹാദാ ഗുലാമൻ, എന്റെ ഈ മകന് ഞാൻ ഒരു അടിമയെ സമ്മാനമായി നൽകിയിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിച്ചു, അഖുല്ല വലദിക നഹൽത മിസ്ലഹു, നിന്റെ എല്ലാ മക്കൾക്കും ഇതേപോലെ നീ സമ്മാനം നൽകിയിട്ടുണ്ടോ? ഇല്ല എന്ന് അദ്ദേഹം മറുപടി നൽകിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫർജ്, എങ്കിൽ അവനെ ആ അടിമയെ നീ തിരിച്ചെടുക്കണം. എല്ലാവർക്കും അതുപോലെ സമ്മാനം നൽകിയിട്ടില്ല എങ്കിൽ അത് നീ തിരിച്ചെടുക്കണമെന്നതാണ്. മറ്റൊരു കാര്യത്തിൽ കാണാം ഇങ്ങനെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യണം. എന്റെ മക്കൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രത്യേകം സ്നേഹം കാണിക്കാം, മറ്റുള്ളവർ അത്രയില്ല. അതുപോലെ തന്നെ അവർക്ക് മാത്രം പ്രത്യേകം സമ്മാനം നൽകുക, കൂടുതൽ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഒരാൾക്ക് മാത്രം കൂടുതൽ നൽകുക. ഇന്ന് പല ആളുകളിൽ കാണുന്ന സ്വഭാവമാണ്. ഇത് വളരെ ഗൗരവമുള്ള തെറ്റായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലരോട് മാത്രം സ്നേഹം കാണിക്കുമ്പോൾ മക്കൾക്കിടയിൽ പരസ്പരം ശത്രുത ഉണ്ടാകാനും
രക്ഷിതാക്കളോട് സ്നേഹം കുറയാനും അത് കാരണമാകുന്നതാണ്. അതുകൊണ്ട് നീതിയോടുകൂടി ആയിരിക്കും, എല്ലാവർക്കും തുല്യമായിട്ടായിരിക്കണം എന്ത് വീതം വെക്കുമ്പോഴും നമ്മൾ നൽകേണ്ടത്. ഒരു മുട്ടായി കൊടുക്കുമ്പോൾ പോലും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മക്കളതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും. എനിക്കധികം തന്നില്ലല്ലോ, അവർക്ക് കൂടുതൽ കൊടുത്തല്ലോ എന്ന ഒരു ചിന്ത മക്കളുടെ മനസ്സിലുണ്ടാകും. അത് നമ്മളോട് ശത്രുതയ്ക്ക് കാരണമാകും. മക്കൾക്കിടയിൽ പരസ്പരം സ്നേഹത്തിൽ അത് വിള്ളലുണ്ടാക്കും. നാലാമതായി മക്കൾക്ക് നല്ല മാതൃകകളായി മാറാൻ നമുക്ക് സാധിക്കണം. മിക്ക രക്ഷിതാക്കളിലും അവരെ പരാജയപ്പെടുന്ന മേഖലയാണിത്. മക്കൾ നമ്മെ കണ്ടാണ് വളരുന്നത്, നമ്മളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. മക്കൾ നമ്മെ കണ്ടാണ് വളരുന്നതും പഠിക്കുന്നതും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മക്കളെ നല്ല രീതിയിൽ നന്മ ഉപദേശിക്കുകയും, രക്ഷിതാക്കൾ വെറും ഒരു ഉപദേശകന്റെ റോളിൽ മാത്രമായിക്കൂടാ, നമ്മൾ ഉപദേശിക്കുന്ന നന്മകൾ അത് ചെയ്ത് കാണിക്കുകയും ചെയ്യണം. അപ്പോഴാണത് മക്കൾ ചെയ്യുകയുള്ളൂ. റോൾ മോഡലായി മാറണം നമ്മൾ മക്കൾക്ക്. മക്കൾ എപ്പോഴും മാതൃകയായി സ്വീകരിക്കുക അവരുടെ രക്ഷിതാക്കളെയാണ്, മാതാപിതാക്കളെയാണ്. അവരെന്താണ് ചെയ്യുന്നത് അതേ അവരുടെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുള്ളൂ. അതുകൊണ്ട് പ്രവാചകന്മാരായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമും, സ്വാലിഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇവരുടെയെല്ലാം ജനതകൾ ചെയ്തിരുന്ന തിന്മകളെ കുറിച്ച് അവരോട് ചോദിച്ചപ്പോ ആ ജനതയിൽ നിന്ന് അവർ നൽകിയ മറുപടി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനവും 21-ാം അധ്യായത്തിലെ 51 മുതൽ 53 വരെയുള്ള വചനവും 10-ാം അധ്യായത്തിലെ 77-78 വചനവും 11-ാം അധ്യായം 87-ാമത്തെ വചനത്തിലും ഈ പ്രവാചകന്മാരുടെ അനുയായികളുടെ ആ ജനതയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് കാണാം. എന്താണ് അവർ പറഞ്ഞ മറുപടി? അവർ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ പിതാക്കൾ ഇപ്രകാരം ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത് എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ പിതാക്കൾ ചെയ്തത് എന്താണോ അതാണ് ഞങ്ങളും ചെയ്യാൻ. അത് തെറ്റാണോ ശരിയാണോ ഇല്ല. അവർ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളും തെറ്റ് ചെയ്യും. ആ ഒരു ഉത്തരം നൽകിയത്. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ആ വിഷയത്തിൽ ഗൗരവം കാണിക്കണം. ഒരിക്കൽ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങ് വാ, ഞാൻ ഇത് നിങ്ങൾക്ക് തരാം എന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബ വനിത അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അദ്ദേഹത്തെ വിളിക്കാൻ, ചുരുട്ടി പിടിച്ചിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന പണിയാണ് കുട്ടികളെ അടുത്ത് വിളിക്കാൻ വേണ്ടി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മയോട് ചോദിക്കാൻ, നീ അവന് എന്ത് നൽകാനാണ് നീ ഉദ്ദേശിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉമ്മ പറഞ്ഞു, ഞാൻ കാരക്ക നൽകാൻ വേണ്ടിയാണ് അങ്ങനെ ചുരുട്ടിപ്പിടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ഷൈഅൻ കുതിബത് അലൈഹി കദ്വത്തുൻ. നീ അവന് ഒന്നും നൽകിയില്ല എന്നുവെങ്കിൽ, ആരൊക്കൊന്നും നൽകുന്നില്ല, ഒന്നും നൽകാതെ വെറുതെയാണ് നീ വിളിച്ചത് എങ്കിൽ അത് നിന്റെ മേൽ കളവായി രേഖപ്പെടുത്തും. പറ്റിക്കണത് ഇല്ല, അങ്ങനെ നമ്മൾ വിളിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ കുട്ടികളെ പറ്റിച്ചാൽ നമ്മളെ മേൽ കളവായി രേഖപ്പെടുത്തും. മാത്രമല്ല കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ അവരുടെ ചിന്തയിൽ വരും, അങ്ങനെയും ചെയ്യാം, അത് തിന്മയാണ്, അങ്ങനെയും ചെയ്യാം എന്ന് അവർ പിന്നീട് അവർ വലുതാവുമ്പോൾ അവരങ്ങനെ ചെയ്യും. ഇതേപോലെ ഏതൊരു തിന്മയാണെങ്കിലും നമ്മൾ അവർക്ക് നൽകാമെന്ന് പറഞ്ഞാൽ, വാഗ്ദാനം നൽകിയാൽ അത് ചെയ്തു കൊടുക്കണം. വാഗ്ദാനം ലംഘിച്ചാൽ അവരും പിന്നീട് ആ ഒരു തിന്മ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന. അതുകൊണ്ട് തന്നെ നന്മ ഉപദേശിക്കൽ മാത്രമായി തീരരുത്, അത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിസ്കാരം, ഖുർആൻ പാരായണം, നന്മ ഉപദേശിക്കൽ, മറ്റുള്ളവരെ സഹായിക്കൽ, ദാനധർമ്മം ചെയ്യുന്ന മക്കൾ ഒരാൾ കൈ നീട്ടി വരുമ്പോൾ മക്കൾക്ക് ചില്ലറ എടുത്ത് കൊടുക്കുക, അത് കൊണ്ടേ കൊടുക്കാൻ പറയാം.
പള്ളിയിൽ വെക്കുമ്പോൾ പള്ളിയിലെ ബക്കറ്റിലൊക്കെ മക്കളെ കൊണ്ട് അതിലേക്ക് പണം ഇടിപ്പിക്കുക, നമ്മൾ ഇടുന്നത് അവർ കാണുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സിനിമയും സംഗീതവും തോന്നിവാസങ്ങളുമെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്താൽ അവരോട് നമുക്ക് നന്മ ഉപദേശിക്കാൻ എന്ത് അർഹതയാണ് നമുക്കുള്ളത്? ഇതൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിലുണ്ടാവും. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്കൾക്ക് റോൾ മോഡലാകണം. എല്ലാ നിലയിലും മാതാപിതാക്കളിലേക്ക് മക്കൾ ഈ ലോകത്ത് ഉപകാരപ്പെടുന്ന ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം അവർക്ക് ഇത്തരം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നത് പലപ്പോഴും പല രക്ഷിതാക്കളും പറയാറുണ്ട്. രാവും പകലും കഷ്ടപ്പെടുന്നത് മക്കളെ നല്ല നിലയിൽ വളർത്താനും അവരുടെ നല്ല ഭാവിക്കും വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഭൗതികമായ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വന്തം പരലോകത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പരലോകത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് 63 അധ്യായം സൂറത്ത് മുനാഫിഖൂനിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. അങ്ങനെ ആരങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ മക്കളും അത് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മൾ ഒരിക്കലും തെറ്റിച്ച് കളയാൻ പാടില്ല, തിരിച്ചു കളയാൻ പാടില്ല. മക്കളുണ്ടെങ്കിലും സ്വത്തുക്കളുണ്ടെങ്കിലും ഇതൊക്കെ അല്ലാഹുവിനെ ഓർക്കാനും അല്ലാഹുവിന്റെ നിഅമത്തുകൾ ആണ് എന്ന് മനസ്സിലാക്കി ദീനിൽ കൂടുതൽ ദീനി കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി ആയിരിക്കണം മക്കൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം. പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും നമ്മെ ഒരിക്കലും തെറ്റിച്ച് കളയരുത്. അങ്ങനെയുള്ളവർ പരലോകത്ത് വലിയ നഷ്ടക്കാരായി തീരും എന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമ്മുടെ മക്കൾ നമുക്ക് ഗുണം ചെയ്യുന്നവരാക്കി അല്ലാഹു നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ മാറ്റി തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണ റഹ്മാനെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണ റഹ്മാനെ. അവരുടെ കബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ ഖുൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا